നമസ്കാരം. പത്തനംതിട്ടയിൽ നടന്ന കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. ഭാര്യയും സുഹൃത്തും തമ്മിൽ അവിഹിത ബന്ധമെന്ന സംശയത്തെ തുടർന്നാണ് പ്രതി ഭാര്യയെയും കാമുകനെയും കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വൈഷ്ണയുടെ പക്കൽ നിന്നും കണ്ടെടുത്ത രഹസ്യ ഫോണിൽ കാമുകനായ വിഷ്ണുവിന് അയച്ച ചുംബന ഇമോജിയാണ് ഭർത്താവായ ബൈജുവിനെ ഈ അക്രമം നടത്താൻ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇത് കണ്ടതോടെ വാളുമായി വൈഷ്ണയുടെ പിറകെ ഇയാൾ ഓടുകയും കാമുകന്റെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് കാമുകനെയും കൊന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. തോളിൽ കൈയിട്ട് നടന്ന സുഹൃത്ത് ചതിച്ചതും പക ഇരട്ടിയാക്കിയെന്നും പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് കലഞ്ഞൂർ പാടത്ത് നാടിനെ ഞെട്ടിച്ച കൊലപാതകമുണ്ടായത്. വൈഷ്ണ, വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ വൈഷ്ണയും സുഹൃത്ത് വിഷ്ണുവും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് ഭർത്താവ് കൊലപാതകം നടത്തിയതെന്നാണ് എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വീട്ടുകാരുടെ എതിർപ്പുകൾ പോലും മറികടന്നാണ് വൈഷ്ണയെ ബൈജു ജീവിത സഖിയാക്കിയത്. 2 മക്കളുമായി ഒറ്റമുറി വീട്ടിലായിരുന്നു ഇവരുടെ ജീവിതം. തടിപ്പണിക്ക് പോയി കിട്ടുന്ന കാശ് മിച്ചം പിടിച്ചുണ്ടാക്കിയ വീട് പൂർത്തിയാകുന്ന ഘട്ടം എത്തിയിരുന്നു. ഇതിനിടയിലാണ് ഭാര്യ വൈഷ്ണയും ഉറ്റ സുഹൃത്തായ വിഷ്ണുവും തമ്മിൽ അടുപ്പമുണ്ടെന്ന സംശയം ബൈജുവിനുണ്ടാകുന്നത്. ഉറ്റ ചങ്ങാതിയായ വിഷ്ണുവും പുതിയ വീട് പണിയുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ബൈജുവിന്റെ വീടിന് തൊട്ടടുത്ത് വാടകയ്ക്ക് താമസം തുടങ്ങിയത്. എല്ലാ സഹായവും നൽകിയതും ബൈജുവാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തടിപ്പണി കഴിഞ്ഞ് ഒരുമിച്ചാണ് ഇരുവരും വീടുകളിലെത്തിയത്. ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് വൈഷ്ണയുടെ കയ്യിലെ രഹസ്യ ഫോൺ ബൈജു കണ്ടെത്തിയത്. പിടിച്ചു വാങ്ങി പരിശോധിച്ചപ്പോൾ അതിൽ വിഷ്ണുവിന് അയച്ച വാട്സ്ആപ്പ് മെസ്സേജുകൾ മാത്രമാണ്. രഹസ്യ ചാറ്റുകളുടെ പേരിൽ പിന്നീട് ബൈജുവും വൈഷ്ണവും തമ്മിൽ പൊരിഞ്ഞ തർക്കമായി. അടി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ വൈഷ്ണു ഇറങ്ങി തൊട്ടടുത്തുള്ള വിഷ്ണുവിന്റെ വാടക വീട്ടിലേക്ക് എത്തി. 2 മക്കളെയും നോക്കണമെന്ന് അടുത്ത ബന്ധുക്കളെ ഫോൺ വിളിച്ചറിയിച്ച ബൈജു കയ്യിൽ കെട്ടിയ കൊടുവാളുമായി വൈഷ്ണയുടെ പിന്നാലെ പോയി. വിഷ്ണുവിന്റെ വീട്ടുമുറ്റത്തിട്ട് ഭാര്യയെ വെട്ടിനുറുക്കി. ശബ്ദം കേട്ട് പുറത്തിറങ്ങി വന്ന വിഷ്ണുവിനെയും ആക്രമിച്ചു. ഭാര്യയും കാമുകനെയും വെട്ടിനുറുക്കിയെന്ന് സുഹൃത്തുക്കളെ അപ്പോൾ തന്നെ ബൈജു വിളിച്ചറിയിച്ചു. അവരാണ് പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തിയതും ആയുധമടക്കം കൈമാറി ബൈജു കീഴടങ്ങിയായിരുന്നു.